ജാസ്മിനുമായിട്ട് ഉടക്കിയതിന് ശേഷം ഗബ്രി ആകപ്പാടെ വീണ്ടും കരഞ്ഞ് വാഷ്റൂമിൽ പോയിരുന്ന് കരയുന്നു. അതിനുശേഷം ശ്വാസം മുട്ടലുണ്ടാകുന്നു. ഉടൻ തന്നെ ഫിജോയും ഫ്രീദും ഒക്കെ ആകപ്പാടെ പേടിച്ചു പോയി. ഫ്രീദു, ക്യാപ്റ്റൻ ഫ്രീദു ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നു ഉടൻ തന്നെ നമ്മളെ ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഫിജോയും കൂടാണ് കൂടെ പോകുന്നത്. അത് കഴിഞ്ഞ് ഫിജോ പുറത്ത് വന്നതിന് ശേഷം ഫിജോ പറയുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം അവൻ തിരിച്ചു വരും, BP ഒക്കെ നോർമലാണ്, അവന് പറയത്തക്ക വിധ അസുഖങ്ങളൊന്നുമില്ല, 5 മിനിറ്റ് വിശ്രമിച്ചാൽ മതിയെന്ന് മെഡിക്കൽ റൂമിൽ നിർദ്ദേശം വന്നു, അതുകൊണ്ട് തിരിച്ചു വരും എന്നാണ് ഫിജോ വന്ന് പറയുന്നത്. 5-10 മിനിറ്റൊന്നും ആയില്ല, അതിന് മുമ്പേ ഫിജോ ഉടൻ തന്നെ തിരിച്ചു വരുന്ന ബാക്കിയുള്ള മത്സരാർത്ഥികളോടെല്ലാം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ്, എങ്ങനെയുണ്ട്, ഓക്കെ ആണോ ഗബ്രി എന്ന് ചോദിക്കുമ്പം ഗബ്രി പറയുന്നു ഓക്കെയാണ്. അതിനുശേഷം അല്പസമയത്തിന് മുമ്പ് വരെ ശ്വാസം കിട്ടാതെ ആകപ്പാടെ കരഞ്ഞു തളർന്ന ഗബ്രി അല്ല നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. നല്ല കാര്യം, എന്നെ സംബന്ധിച്ച് നല്ല കാര്യമായിട്ടേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം പിന്നെ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഗബ്രി മറ്റൊരാളായി, ടാസ്കിൽ ഇടപെടുന്നു, സംസാരിക്കുന്നു, ശബ്ദമുയർത്തി പറയുന്നു. അത്രയും നേരം നമ്മളൊരു 5 മിനിറ്റ് മുമ്പ് കണ്ട ഗബ്രിയെ അല്ലായിരുന്നു പിന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇവരുടെ കാര്യങ്ങളെല്ലാം നാടകമാണെന്ന് പറയാനുള്ളൊരു കാരണം ഇത് തന്നെയാണ്. ഇപ്പം ഗബ്രിയും ജാസ്മിനുമായിട്ട് പിണങ്ങി, ജാസ്മിൻ ഏകദേശമൊക്കെ ഗബ്രി ഏത് ലെവലിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി. ഗബ്രിക്ക് പുറത്തെ കാര്യങ്ങളെപ്പറ്റി പേടിയുണ്ട്. ജാസ്മിന് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഗബ്രിയുമായിട്ട് ബന്ധം തുടരാൻ തന്നെ ജാസ്മിൻ തീരുമാനിച്ചു വന്നെങ്കിലും ഗബ്രി ഒഴിഞ്ഞു മാറി. ഗബ്രിക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പുറത്തെ കാര്യങ്ങളെപ്പറ്റി ചിന്തയുണ്ട്. അപ്പം അത് തനിക്ക് നെഗറ്റീവ് ആകുമോ എന്ന് പേടിച്ച് ഗബ്രി നടത്തിയൊരു നാടകമായിട്ടേ നമുക്കതിനെ കാണാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും ഈ നാടകങ്ങൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, രണ്ടുപേർക്കും ശ്വാസതടസ്സം ഉണ്ടാകുന്നു, ജാസ്മിൻ അലറി വിളിക്കുന്നു, ഗബ്രി കരഞ്ഞ് കലങ്ങുന്നു, മെഡിക്കൽ റൂമിൽ പോകുന്നു. അതിനുശേഷം ഇവർ വന്ന് കുറച്ചു നേരം കിടക്കുന്നു, പിന്നെ പഴയതുപോലെ ആകുന്നു, പഴയതുപോലെ കെട്ടിപ്പെടുത്തും. പക്ഷേ ഈ പ്രാവശ്യം ഗബ്രിക്കാണ് അസുഖം വന്നത്. ജാസ്മിനും ആകപ്പാടെ തകർന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ ഗെയിം തുടങ്ങിക്കഴിഞ്ഞപ്പം ജാസ്മിനും ആളാകെ മാറി. എന്നിട്ട് ഗെയിം കളിച്ചതെന്ന് പറഞ്ഞാൽ ആ രണ്ടാമത്തെ ടാസ്ക് വിജയിച്ചത് ജാസ്മിനാണ്, വളരെ നന്നായി കളിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നടത്തുന്ന, നമ്മളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന നാടകമാണെന്ന് ഇതിൽ കൂടുതൽ വേറെ ഒരു തെളിവൊന്നും വേണ്ട. അത് അവരുടെ പ്രകടനങ്ങൾ കണ്ടാലേ മനസ്സിലാവും. ഇപ്പോൾ ഇവർ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു എന്ന് തോന്നുന്നു. നാളെ ടാസ്കിൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരും. അവരും പവർ ടീമിലാണ് ഗബ്രി, ജാസ്മിൻ ഡെൻ ടീമിലാണ്. ഡെൻ ടീമാണ് പവർ ടീമുമായിട്ട് നാളെ ഏറ്റുമുട്ടേണ്ടത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെ ജാസ്മിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗബ്രിയോടൊരു ദേഷ്യം വരും. ഗബ്രിക്ക് അവളല്ലാതെ എനിക്ക് നിലനിൽക്കാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുകയും വേണം. അതിനുവേണ്ടി ശക്തമായ പോരാട്ടം തന്നെ നാളെ നടക്കും എന്ന് തന്നെ കരുതാം. പക്ഷെ ഇവരുടെ നാടകം പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇവർ നാടകങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അത് എത്രമാത്രം അരിയാഹാരം കഴിക്കുന്നതല്ലേ നമ്മളൊക്കെ, അല്ലേ? അപ്പം എന്തുമാത്രം അത് ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സംശയം. ബാക്കിയെല്ലാം ഇവരുടെ നാടകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് വീണ്ടും നേരിൽ കാണാം.